ഞാൻ ഏറ്റവും കൂടുതൽ എണ്ണപ്പലഹാരം ഉണ്ടാക്കുന്നത് നോമ്പ് സമയത്താണ് കേട്ടോ. അല്ലാത്ത ദിവസങ്ങളിലൊന്നും അധികം ഞാൻ ഉണ്ടാക്കാറില്ല. അതിൽ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടം കട്ട്ലറ്റാണ്. കുട്ടികളെന്ന് പറയുമ്പം ഇളയാൾക്ക് അത്രയ്ക്ക് ഇഷ്ടമില്ല. അവന് എന്തെങ്കിലും എപ്പോഴും ഒരു വെറൈറ്റി വേണം. ഞാൻ ഉണ്ടാക്കുന്ന കണ്ടപ്പോഴേ മൂപ്പര് പറഞ്ഞു, ഓ ഇന്ന് കട്ട്ലറ്റാണല്ലേ. അപ്പോൾ പെട്ടെന്ന് വായിൽ വന്ന പേരാണ് അല്ല മോനെ, ഇതൊരു കൊറിയൻ സ്നാക്കാണ്. നിങ്ങൾക്കറിയാമല്ലോ ഇപ്പോഴത്തെ കുട്ടികൾക്ക് കൊറിയൻ എന്ന് കേട്ടാൽ മതി സന്തോഷമാകും. പിന്നെ പിടിച്ച് നിൽക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ ഷേപ്പ് അങ്ങോട്ട് മാറ്റി സിലിണ്ടർ രൂപത്തിലാക്കി. ഇപ്പോഴത്തെ കുട്ടികളുടെ കൂടെ പിടിച്ചേക്കാനുള്ളൊരു പാടേ. ഉണ്ടാക്കി കഴിഞ്ഞ് കഴിച്ചു തുടങ്ങിയപ്പോൾ എന്നോട് പറഞ്ഞു, മമ്മ ഇതിലെവിടെയോ ഒരു കട്ട്ലറ്റിൻ്റെ ടേസ്റ്റ് വരുന്നുണ്ടെന്ന്. എന്നാലും സാരില്ല, കൊറിയൻ ആണല്ലോ എന്ന് പറഞ്ഞ് മൂപ്പര് കഴിക്കാൻ തുടങ്ങി. സംഭവം വളരെ സിമ്പിളാണ് കേട്ടോ ഉണ്ടാക്കാൻ. കട്ട്ലറ്റിനകത്ത് വെക്കുന്ന ഫില്ലിങ് എപ്പോഴും കുറച്ച് ഡ്രൈ ആയി നിൽക്കണം. അതുകൊണ്ട് എണ്ണ അധികം പാടില്ല. പൊട്ടറ്റോ നല്ലപോലെ വെള്ളം വാർന്നിരിക്കണം. ഇത്ര മാത്രം മതി. അതിൽ എക്സ്ട്രാ ബ്രെഡ് ക്രംസോ മൈദയോ ഒന്നും ചേർക്കരുത്, എന്നാൽ കട്ട്ലറ്റ് കൊളാവും. ഒന്ന് ശ്രദ്ധിച്ച് ഉണ്ടാക്കിക്കഴിഞ്ഞാൽ നല്ല അടിപൊളി കട്ട്ലറ്റ് തന്നെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.